ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ റോസ്മേരി വാട്ടറിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക, നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്താണ് എന്നൊക്കെ നമുക്കറിയാം, കൂടുതൽ അറിയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എനിക്ക് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ മുടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രഗ്നന്റ് ആയ ടൈം തൊട്ട് എനിക്ക് ആദ്യം തൊട്ടേ കല്യാണത്തിന് മുമ്പ് എനിക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ മുടി ഇങ്ങനെ പിടിച്ചാൽ എത്തൂല, അത്ര തിക്നെസ് ആയിരുന്നു കേട്ടോ. പിന്നെ മോനെ പ്രഗ്നന്റ് ആയ സമയത്തും അതുപോലെ തന്നെ ഡെലിവറിക്ക് ശേഷവും അവന് ഏകദേശം ഒരു 2 വയസ്സ് വരെയും എനിക്ക് അരക്കെട്ടിൻ്റെ അത്രത്തോളം തന്നെ മുടി ഉണ്ടായിരുന്നു. നല്ല തിക്കായിട്ടുള്ള മുടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ദൈവാധീനം കൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതെല്ലാം പോയി ഇങ്ങനെ 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 ഒരു സ്പ്രിങ് പോലെ ആവാൻ തുടങ്ങി. അതായത് നൂല് പോലെ എൻ്റെ ഈ 2 വിരലിൽ ഇങ്ങനെ പിടിക്കാനുള്ള കട്ടി മാത്രമാണ് എൻ്റെ മുടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ ഒരുപാട് ഹെയർ പാക്കുകൾ യൂസ് ചെയ്തു. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് ഒരുവിധം ഈ ഹെയർ ഗ്രോത്ത് ചാനലിലൊക്കെ പറയുന്ന ഹെയർ പാക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്തു. പക്ഷെ നമുക്ക് എന്നും നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്കത് എന്നും ഹെയർ പാക്ക് ഒക്കെ യൂസ് ചെയ്യാന്നുള്ളത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഹെയർ പാക്ക് ഒക്കെ. അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ചെയ്യാം കേട്ടോ, ഇല്ല എന്നല്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്യാന്നല്ലാതെ നമുക്ക് ഡെയിലി ഓരോ പാക്കുകൾ ഇങ്ങനെ മാറി മാറി യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ടാസ്ക് ആണത്. അപ്പോഴാണ് ഞാൻ ഈ റോസ്മേരി വാട്ടറിനെ കുറിച്ച് കേൾക്കുന്നത്. അപ്പോൾ ഈ റോസ്മേരി വാട്ടർ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ റോസ്മേരി വാട്ടറാണ്, ഓർഗൻലോന്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 200 ml ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 349 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഞാനിത് ഓൺലൈനായിട്ടല്ല വാങ്ങിയത്, ഞാനിത് നെസ്റ്റോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ കൽപ്പറ്റയിൽ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്ന ടൈം നൈറ്റ് ആണ് കേട്ടോ, രാത്രിയിലാണ്. ഇത് ഏകദേശം ഒരു 1 month ആയിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 1 month ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, ഈ കുഞ്ഞ് ഈ ബേബി ഹെയർസ് ഒക്കെ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് മൈക്കില്ലാത്തതുകൊണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വരുന്ന ഈ ബേബി ഹെയർസ് ഒക്കെ എനിക്ക് വന്നിട്ടുള്ളത് ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാരണം ചെറിയ ബേബി ഹെയർസ്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ നമുക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം 1 മാസം കൊണ്ട് എനിക്കത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% അവർ പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദിവസം അപ്ലൈ ചെയ്ത് പിന്നെ നമ്മൾ നെക്സ്റ്റ് വീക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയല്ല. നമ്മൾ എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ എനിക്ക് എന്താണെന്നുണ്ടെങ്കിലും ഈ റോസ്മേരി വാട്ടർ എനിക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. എനിക്ക് വന്നിട്ടുള്ള ബേബി ഹെയർസ് ഒക്കെ എൻ്റെ മുടിയുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇപ്പം മുടി നനഞ്ഞ്, ഞാൻ കുളിച്ചിട്ട് നനഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കുറച്ച് കേളി ആയിട്ടുള്ള ഹെയർ ആണ്, കണ്ടോ, കുറച്ച് കേളി ഹെയർ ആണ്. അത് ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്നെസ് ആയിട്ട് എൻ്റെ മുടി വരുന്നുണ്ട്. കാരണം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ 2 വിരലിൽ പിടിക്കാനില്ല, ഒട്ടും തന്നെ ഇല്ല. ഇപ്പൊ ഞാൻ മുടി എങ്ങനെ കിട്ടിയാലും മുടി നല്ല തിക്കായിട്ട് തന്നെ കിടക്കും. ഇപ്പൊ ഏകദേശം ഒന്ന് തുമ്പൊന്ന് വെട്ടിക്കൊടുക്കാറായിട്ടുണ്ട്. കർക്കിടക മാസമൊക്കെ ആവുന്നതിന് മുന്നേ ഒന്ന് തുമ്പൊന്ന് വെട്ടിക്കൊടുക്കണം. ഇത് കണ്ടോ, തുമ്പൊക്കെ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിലാണ് തുമ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ നമ്മുടെ മുടിയുടെ തെറ്റം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും നമ്മുടെ മുടി നല്ല തിക്കായി വരാൻ നല്ല ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു റോസ്മേരി വാട്ടർ. അപ്പോൾ യൂസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ, 100% വിശ്വസനീയം തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ബെറ്റർ, ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ മേടിച്ചെന്നുള്ളൂ കേട്ടോ. പക്ഷേ ഓൺലൈനിലൊക്കെ ഉണ്ട്. ഓൺലൈനിൽ ഇനി കടകളിൽ എങ്ങനെയാണ് എനിക്ക് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ റോ ആയിട്ടുള്ള റോസ്മേരിയുടെ ഉള്ള സംഭവം കിട്ടും. അപ്പോൾ അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഇട്ട്, ഒരു ടേബിൾ സ്പൂൺ അത് റോസ്മേരി കൂടി ഇട്ടിട്ട് നന്നായി തിളപ്പിച്ച് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലിൽ നമ്മൾ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അത് എന്താ പറയാ, പൈസ കുറച്ചുകൂടി നമുക്ക് സേവ് ചെയ്യാം. കാരണം അത് ഒരുപാടുണ്ട്. ഞാൻ നെക്സ്റ്റ് ഈ ബോട്ടിൽ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. കാരണം 1 മാസത്തോളമായി. എന്നാലും നമുക്ക് നല്ല നിൽക്കൂട്ടോ. ഇതുപോലത്തെ ഒരു ബോട്ടിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5-2 മാസത്തോളം അടിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഏകദേശം പകുതി ആയിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്യാൻ, 1 മാസമായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര പെട്ടെന്ന് നമുക്ക് തീർന്നു പോകുന്ന ഒരു സംഭവമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഒരു ബോക്സിലുള്ള റോസ്മേരി തന്നെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഒരു ചെറിയൊരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റോസ്മേരിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്ട്രെങ്തൻസ് ഹെയർ.
അതായത് മുടി സ്ട്രെങ്തൻ ചെയ്യാനും പിന്നെ ഹൈഡ്രേറ്റ്സ് ആൻഡ് ബാലൻസ് സ്കിന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻഹാൻസ് ഷൈൻ ആൻഡ് റേഡിയൻസ്, നറിഷസ് ആൻഡ് പ്രിവെന്റ്സ് ഹെയർ ഫോൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എനിക്ക് കിട്ടിയത് അതാണ്. ഹെയർ ഫോള് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ മുടി ഇങ്ങനെ ഒന്ന് ചീകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചീർപ്പിൽ നിറയെ മുടിയായിരിക്കും വരിക. അത്രത്തോളം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പിന്നെ താരനും ബാലൻസിന് ഇവരിതിൽ ഡാൻഡ്രഫിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് നല്ലോണം ഡാൻഡ്രഫ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് യൂസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു, ഞാൻ ഡാൻഡ്രഫ്, എൻ്റെ തലയിൽ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് PCOD ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ PCOD ഉള്ളതുകൊണ്ട് ഞാൻ നല്ലതുപോലെ എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല, ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ഡാൻഡ്രഫ് നല്ലതുപോലെ കുറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ നെറ്റതിൻ്റെ സൈഡിലടക്കം ഡാൻഡ്രഫ് ഇങ്ങനെ വന്ന് പൊടിയായിട്ട് ഇങ്ങനെ വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട്, അല്ലാതെ ഞാൻ വേറൊരു സാധനങ്ങൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ കുറേ നേരം ഹെയർ പാക്ക് ഒന്നും ഇട്ടിരിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും നല്ല പ്രോഡക്റ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ വാങ്ങി ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇനി വാങ്ങാനിരിക്കുന്നവരും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.